എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 53, 54, 55, 56, 57, 58 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ കാളിയ പത്നിമാര് അവരുടെ ആ സ്തുതി ഉപസംഹരിക്കുന്നു ഈ ശ്ലോകത്തോട് കൂടിയിട്ട്. അടുത്ത ശ്ലോകത്തോട് കൂടിയിട്ട് അവര് പറയണു, ഭഗവാനെ, ഞങ്ങളുടെ ഭർത്താവിനെ ഒരു അംഗഭംഗം കൂടാതെ ഞങ്ങൾക്ക് വിട്ടുതരണം. അദ്ദേഹത്തിനെ വധിക്കരുതേ. ഇനി അങ്ങ് പറയുന്ന പോലെ ഞങ്ങൾ ജീവിച്ചോളാം. അങ്ങയുടെ ആജ്ഞ പോലെ ഞങ്ങൾ ഇനി ജീവിക്കാം. ഒരു അബദ്ധവും ഇനി ഞങ്ങളുടെ പേരിൽ നിന്ന് ഉണ്ടാവില്ല എന്ന വാക്ക് കൊടുക്കാണ് ഭഗവാൻ ഇവര്. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീത അച്യുത മാരുതേശ. ഗംഗണപതേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53. വിധേഹിതേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാ യൽ ശ്രദ്ധയാനുതിഷ്ഠൻ വൈച്യതേ മുച്യതേ സർവതോ ഭയാൽ. അങ്ങ് വിചാരിക്കണ്ടാവും പിന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് അത് മറ്റുള്ളവർക്കും കൂടി ഇനിയും ദോഷമായിട്ട് വരുമെന്ന്. ഇനി ഭഗവാനെ, അവിടുത്തെ പ്രഭാവം അറിഞ്ഞൂലോ ഞങ്ങള്, അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു അപരാധം ചെയ്യില്ല. ഞങ്ങള് നിന്തിരുവടിയുടെ ആജ്ഞ ഇനി ഒരിക്കലും അത് അതിക്രമിക്കില്ല. അങ്ങയുടെ ദാസികളായ ഞങ്ങൾ ഇനിമേൽ പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അവിടുന്ന് തന്നെ കൽപ്പിച്ചാൽ മതി. അങ്ങയുടെ കൽപ്പനയില് ഏറ്റവും ആ വിശ്വാസത്തോടും ആ സത്യസന്ധതയോടും കൂടിയിട്ട് അങ്ങയുടെ കൽപ്പനകള് അതേപടി അനുസരിച്ച് യാതൊരുവൻ അങ്ങ് വിധിച്ച കർമ്മങ്ങൾ നടത്തുന്നുവോ അവനു മാത്രമേ സർവഭയത്തിൽ നിന്നും നിവർത്തിച്ച് പുനരാവൃത്തിയില്ലാത്ത ആ പരമപദം, ആ മുക്തി സിദ്ധിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പറയുന്നു. ശ്രീശുക ഉവാച. ഇത്തം സനാഗപത്നീഭി ഭഗവാൻ സമഭിഷ്ട മൂർച്ഛിതം ഭഗ്നശിരസം വിസസർജാഘ്രികുട്ടനെ. കാളിയന്റെ ഭാര്യമാര് ഇങ്ങനെ സ്തുതി നമസ്കാരങ്ങളൊക്കെ ചെയ്തപ്പോ ഭഗവാൻ പ്രസന്നനായി തന്റെ കാലുകൊണ്ടുള്ള ആ താടനങ്ങളേറ്റ തലയില് മുറിപ്പെട്ടും മോഹാലസ്യപ്പെട്ടും ഒക്കെ ഇരിക്കണ ആ കാളിയന്റെ പടങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നാഗസ്ത്രീകളുടെ മുൻഭാഗത്ത് വന്ന് അങ്ങോട്ട് നിന്നു. അവര് ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വന്ന് നിന്നു. പ്രതിലബ്ധേന്ദ്രിയ പ്രാണ കാളിയശനകേർഹരിം കൃച്ഛ്രാൽ സമുച്ഛ്വസൻ ദീന കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. അഖില ലോകത്തെയും കുക്ഷിയിൽ നിറച്ചിരിക്കുന്ന ആ മഹാപുരുഷൻ തലയിൽ നിന്ന് ഇറങ്ങിയപ്പോ കാളിയന് മെല്ലെ മെല്ലെ ബോധം വന്നു. ആ ഇന്ദ്രിയങ്ങളുടെയും പ്രാണങ്ങളുടെയൊക്കെ തളർച്ച അങ്ങോട്ട് തീർന്നു. വളരെ പ്രയാസപ്പെട്ട് കണ്ണൊക്കെ തുറന്ന് ശ്വാസം വിട്ടു തുടങ്ങി. അഹങ്കാരം മുഴുവനും നശിച്ചു. വളരെ കഷ്ടത്തിലായിരുന്ന ആ കാളിയൻ മെല്ലെ ആ ശിരസിന്മേല് കൈകളങ്ങനെ കൂട്ടിച്ചേർത്ത് ഭഗവാനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സർപ്പല്ലേ കാളിയൻ? അതെങ്ങനെയാ? സർപ്പാണെങ്കിലും കാളിയന് ഇഷ്ടം പോലെയുള്ള രൂപങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കൈകൾ കൂട്ടിച്ചേർത്ത് തൊഴുവാൻ കാളിയന് സാധിച്ചു. കാളിയൗവാച. വയം കലാ സഹോൽപത്യ താമസാ ദീർഘമന്യവ സ്വഭാവോ ദുസ്ത്യജോ നാഥ ലോകാനാം യഥസൽഗ്രഹ. കാളിയൻ പറയാണ്, ഇന്ദിരുവടി ഉണ്ടാക്കിയ ലോകം മുഴുവനും അങ്ങയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഞങ്ങളും അതിൽ ഉൾപ്പെട്ടവര് തന്നെ. ഞങ്ങളെല്ലാവരും അങ്ങയ്ക്ക് കീഴടങ്ങിയവരാണ്. അങ്ങയുടെ ആജ്ഞയാൽ തന്നെ എല്ലാം ചെയ്യണം. ഭഗവാന്റെ ആജ്ഞ പ്രകാരമല്ലേ ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. പ്രഭുവായ അങ്ങയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയാണ് കാളിയ. 4 ശ്ലോകം കൊണ്ട് പറയാ. ഹേ നാഥ, ഞങ്ങള് ജന്മം മുതൽക്ക് തന്നെ അന്യരെ ദ്രോഹിക്കുന്നവരാണ്. എനിക്കൊരു സർപ്പം
ആയിട്ടുള്ള ജന്മം തന്നത് അവിടുന്നല്ലേ. അപ്പൊ ഈ സർപ്പത്തിന്റെ സ്വഭാവം അതല്ലേ. ജന്മം മുതൽക്ക് തന്നെ അന്യരെ ദ്രോഹിക്കുന്നവരാണ്, ആ ക്രോധമുള്ളവരാണ്. ഞങ്ങൾക്ക് എപ്പോഴും കടുത്ത ക്രോധം ഉണ്ടാവും. അതിന് കാരണം എന്താന്നാ, ഞങ്ങള് തമോ ഗുണപ്രധാനികളാണ്. സർപ്പങ്ങൾ അങ്ങനെയല്ലേ എനിക്ക് പറയാ. നാഥ, സ്വാമിയായ നിന്തിരുവടി ഞങ്ങളെ അനുഗ്രഹിക്കുക തന്നെ വേണം. ഞങ്ങളുടെ സഹജമായ ധർമ്മം ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾക്ക് മാത്രമല്ല ഈ അവസ്ഥ, ലോകത്തിന് മുഴുവനും ഇത് ബാധകമാണ്. അതുകൊണ്ടല്ലേ എല്ലാവർക്കും അസത്തായ ദേഹത്തിൽ ഞാൻ എന്നും എന്റേതെന്നുമുള്ള വിചാരം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന് കീഴടങ്ങിയവർ തന്നെയാണ് ലോകത്തിലുള്ളവരെല്ലാം. അവരവരുടെ ജന്മ സ്വഭാവം അനുസരിച്ച് അല്ലേ എല്ലാവരും പ്രവർത്തിക്കുക. ഇപ്പൊ സർപ്പമായിട്ടല്ലേ എനിക്കൊരു ജന്മം തന്നത് അവിടുന്ന്. അപ്പൊ അവിടുന്ന് തന്നെയല്ലേ കാളിയനെ എങ്ങനെ ആക്കിയത് എന്നാണ് പറയുന്നത് കാളിയൻ. ത്വയാ സൃഷ്ടമിദം വിശ്വം ധാതർഗുണ വിസർജനം നാനാസ്വഭാവ വീരൗജോ യോനി ബീജാശയാകൃതി. ഹേ പിതാവേ, ശാന്തം, ഘോരം, മൂഢം എന്ന സ്വഭാവഭേദങ്ങള്, ദേഹശക്തിഭേദം, ഇന്ദ്രിയശക്തിഭേദം, മാതാവിൽ നിന്ന് സിദ്ധിക്കുന്ന ശക്തിഭേദം, പിതാവിൽ നിന്ന് സിദ്ധിക്കുന്ന ശക്തിഭേദം, വാസനാഭേദം, സ്വരൂപഭേദം, ഇങ്ങനെ ബഹുവിധ ഭേദങ്ങളുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് തന്നെയല്ലേ. അതുകൊണ്ട് ലോകത്തിന്റെ പിതാവ് നിന്തിരുവടിയാകയാൽ ഞാനും അങ്ങയുടെ സന്താനമല്ലേ. ഇങ്ങനെയുള്ള ബഹുവിധ ഭേദങ്ങൾക്ക് സത്വാദി ഗുണഭേദങ്ങൾ കാരണമാണ്. വയം ച തത്ര ഭഗവൻ സർപ്പാജാത്യുരുമന്യവ കഥം ത്യജാമസ്ത്വന്മായാം ദുസ്ത്യജാം മോഹിതാ സ്വയം. ബഹുവിധങ്ങളായ ഈ സൃഷ്ടിവർഗങ്ങളിൽ ഞങ്ങള് ജനനം മുതൽക്ക് തന്നെ മഹാക്രോധ സ്വഭാവമുള്ള സർപ്പങ്ങളായിട്ട് ഭവിച്ചിരിക്കുന്നു. ഈ സ്വഭാവത്തെ ഞങ്ങൾക്ക് കൽപ്പിച്ചത് നിന്തിരുവടിയുടെ ജഗന്മോഹിനിയായിരിക്കുന്ന മായയല്ലേ. അവൾ ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നു. ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ കൂടി ആ മായയിൽ മോഹിക്കപ്പെട്ടവരായിട്ട് അവരുടെയും സ്വഭാവമായി പരിണമിച്ചിരിക്കുന്ന ആ നിന്തിരുവടിയുടെ മായാശക്തിയെ ഉപേക്ഷിക്കാൻ ശക്തന്മാരല്ല ബ്രഹ്മാദി ദേവന്മാർ കൂടി. അങ്ങനെ ഇരിക്കെ നിന്തിരുവടിയുടെ അനുഗ്രഹം സിദ്ധിക്കാതെ ഞങ്ങൾക്ക് ആ മായയെ ജയിക്കാൻ എങ്ങനെയാ കഴിയണത്? ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നു കാളിയൻ ഭഗവാനോട്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.